നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുവരേ നാരായണായ നമ. ഫലമില്ലയാതെ മമ വശമാക്കൊല ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവാക്കമേയുതിപ്പതിനു കളയായ കാലമിനി നാരായണായ നമ നാരായണായ നമ. ഹരിനാമകീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ജീവിതമെന്നറിയപ്പെടുന്ന ഈ ശരീരയാത്രയുടെ പരമപ്രയോജനം സത്യസാക്ഷാത്കാരമാണ്. അത് സാധിച്ചില്ലെങ്കിൽ മലഭാണ്ഡമായ ദേഹം പേര് നടക്കുന്നത് കൊണ്ട് ദുഃഖമല്ലാതെ വേറെ ഫലമില്ല. അതുകൊണ്ട് അനന്തമായ സത്യം അറിയപ്പെടുമാറാകണേ എന്നാണ് 51-ാം പദ്യത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത്. 51-ാം പദ്യം. ഫലമില്ലയാത മമ വശമാക്കുല ജഗതി ബലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാത വെളിവകമേയുതിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമഃ. ജഗതി ക്ലേശഭൂയിഷ്ടമായ ഈ ലോകത്തിൽ മലമൂത്രമായ തടി മലഭാണ്ഡമായ ഈ ശരീരം ഫലമില്ലയാത ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവരാതെ പല നാളിരുത്തി വളരെക്കാലം നിലനിർത്തി മമ വശമാക്കുല ഞാൻ എൻ്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി തെളിക്കരുത്. അളവില്ലയാത വെളിവ് അനന്തമായ അദ്വൈത ബ്രഹ്മജ്ഞാനം അകമേയുദിപ്പതിന് ഉള്ളിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതിന് ഇഹ ഈ ജീവിതത്തിൽ കാലം കളയാതെ ഇനി ഒട്ടും താമസിക്കരുത്. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ക്ലേശം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ മലഭാണ്ഡമായ ശരീരം ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവരാതെ വളരെ കാലം നിലനിർത്തി ഞാൻ എൻ്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി തെളിക്കരുത്. അനന്തമായ അദ്വൈത ബ്രഹ്മജ്ഞാനം ഉള്ളിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതിന് ഈ ജീവിതത്തിൽ ഇനി ഒട്ടും താമസിക്കരുത്. ദേഹവും ആത്മജ്ഞാനവും. ദേഹം മലഭാണ്ഡമാണ്. സപ്തധാതുക്കൾ എന്നറിയപ്പെടുന്ന 7 തരം അഴുക്കുകളെ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മാംസം, മേധസ്, അസ്ഥി, മജ്ജ, രസം, ശുക്ലം ഇവയാണ് സപ്തമലങ്ങൾ. സപ്തമലങ്ങൾക്കാശ്രയമായ ഈ ദേഹം നിരന്തര പരിണാമിയും ജീർണിച്ച് നശിക്കുന്ന ജഡവുമാണ്. ജീവന് ആത്മസാക്ഷാത്കാരം നേടാനുള്ള ഉപകരണം മാത്രമാണ് ഈ ശരീരം. ജീവന് ആത്മസാക്ഷാത്കാരം നേടാനുള്ള ഉപകരണം മാത്രമാണ് ഈ ശരീരം. ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കാതെ ഭൗതിക കാമങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഈ ഉപകരണം ഉപയോഗിച്ചാൽ അത് അത്യധികം ദുഃഖത്തിനും പതനത്തിനും കാരണമായി ഭവിക്കും. ഉപകരണമേതും വിവേകപൂർവം ഉപയോഗിക്കുന്നതിനനുസരിച്ചാണല്ലോ സുഖമോ ദുഃഖമോ നേടിത്തരുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ഉപകരണമേതും വിവേകപൂർവം ഉപയോഗിക്കുന്നതിനനുസരിച്ചാണല്ലോ സുഖമോ ദുഃഖമോ നേടിത്തരുന്നത്. ശരീരമെന്ന നശ്വരമായ ഉപകരണം വേണ്ട പോലെ ഉപയോഗിച്ചാൽ അത് അഖണ്ഡവും ആനന്ദഘനവും അദ്വയവുമായ ബ്രഹ്മസ്വരൂപം കാട്ടിത്തരും. അതുകൊണ്ട് തന്നെയാണ് അളവില്ലയാതെ വെളിവ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ താമസം കൂടാതെ ആ ലക്ഷ്യം നേടാൻ അനുഗ്രഹിക്കണേ എന്ന് ആചാര്യൻ പ്രസ്തുത ശ്ലോകത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത്. ഫലമില്ലാതെ ഈ ജഡശരീരത്തെ നിലനിർത്തി ഞാൻ എൻ്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി തെളിക്കരുതെന്നാണല്ലോ ആവശ്യപ്പെട്ടത്. അങ്ങനെ വഴി തെളിച്ചാൽ എന്താകും കഥ? ഈ സംശയത്തിന് മറുപടിയാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക്
തുടരുന്നതാണ്.